വിജയലക്ഷ്മി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇത് എൻ്റെ വീട്ടിലെ കോവൽ ചെടിയാണ്. ഓരോ ഇലയ്ക്കും ഓരോ കായുന്ന രീതിയിലാണ് ഇത് ഉണ്ടായി നിൽക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് വീട്ടിൽ ഇത് വിളയിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ നിന്ന് മുകളിലോട്ട് വന്നിട്ടുള്ള കോവൽ ചെടിയാണ്. ഓരോ ഇലയ്ക്കും ഓരോ കായുന്ന രീതിയിലാണ് ഇത് ഉണ്ടായി നിൽക്കുന്നത്. വളരെ ഈസിയാണ് നമുക്ക് ഈ കോവൽ ചെടി നടുന്നതും അതിൻ്റെ പരിപാലനമൊക്കെ. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന വളങ്ങൾ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് വിളയിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. നല്ല മുത്ത് കോർത്തതുപോലെയുള്ള കോവയ്ക്ക് കിട്ടാനായിട്ട് നമുക്ക് വീട്ടിൽ എന്തൊക്കെ വളം കോവൽ ചെടിക്ക് കൊടുക്കാം എന്നതിനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് അതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം, ഞാൻ എൻ്റെ ചെടിക്ക് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കുന്ന വളങ്ങളെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. കൃഷി സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണാനായി ശ്രമിക്കുക. കോവൽ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് തണ്ട് ഉപയോഗിക്കാവുന്നതാണ്. തണ്ട് നട്ട് ഒരു 4 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് വിളവെടുപ്പൊക്കെ കിട്ടുന്നതാണ്. ധാരാളം തന്നെ കായ്ച്ച തുടങ്ങുന്നതാണ്. ഇനി തണ്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിത്ത് നടാവുന്നതാണ്. ഇപ്പം നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന കോവയ്ക്കയിൽ നല്ല വിളഞ്ഞ കോവയ്ക്ക് അത് പഴുത്തിരിക്കുക എന്നുണ്ടെങ്കിൽ അതിനകത്ത് ധാരാളം വിത്തുകൾ കാണും. അത് നമുക്ക് മണ്ണിലിട്ടതിന് ശേഷം മുളപ്പിച്ചിട്ട് നടാവുന്നതാണ്. ഇതുപോലെ വിത്ത് മുളച്ചിട്ടുള്ള തൈകളാണ്, നിറച്ചേന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നല്ല വിളഞ്ഞ പഴുത്ത കായാണെന്നുണ്ടെങ്കിൽ എല്ലാ വിത്തുകളും തന്നെ ഇതുപോലെ മുളച്ച് വരുന്നതാണ്. പച്ച കളറിൽ വെള്ള വരെയുള്ള മേഖലയിൽ നിൽക്കുന്ന ടൈപ്പിലുള്ള കോവയ്ക്കേൻ്റെ ചെടിയാണ്. അപ്പോൾ നമ്മൾ ഈ വിത്ത് മുളച്ചിട്ട് നടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 വർഷത്തോളം പിടിക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ വിത്ത് മുളച്ച ചെടി നട്ടിട്ട് 1 വർഷം എടുത്ത് എനിക്കത് കായ്ഫലം ഉണ്ടായി കിട്ടാനായിട്ട്. ഇതാണ് എൻ്റെ കോവൽ ചെടി. ഞാനൊരു ചാക്കിലാണ് വെച്ചേക്കുന്നത്, സിമൻറ്റ് ചാക്കിലാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ആ ചെടീനെ നട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വള്ളികളൊക്കെ തന്നെ അത് ഇത്രയും വണ്ണത്തിലായിട്ടുണ്ട്. ഇതാണ് പടർന്നങ്ങ് മുകളിലോട്ട് പോയിട്ടുള്ളത്. നല്ല വണ്ണം വെച്ചിട്ടുണ്ട് എല്ലാം തന്നെ. വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. ഇത് വീടിൻ്റെ സൈഡിലായിട്ടാണ്, ഇത്ര സ്ഥലമേ ഉള്ളൂ. അവിടെയാണ് ഞാൻ ഈ ചാക്ക് വെച്ചിരിക്കുന്നത്. ഈ ചാക്ക് ഞാൻ ചെടി നടുന്നതിന് മുന്നേ ഇതിൻ്റെ അടിയിലായിട്ടൊരു വലിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ ചെടി നട്ടിട്ടുള്ളത്. ഇതിൽ ഞാൻ അടിവളമായിട്ട് കൊടുത്തിട്ടുണ്ടാകുന്നതെന്ന് വെച്ചാൽ കോഴിവളമാണ് കൊടുത്തിരിക്കുന്നത്. കോഴിവളം തന്നെയാണ് ഇപ്പോഴും ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ചുവട്ടിലിട്ട് ഇട്ട് കൊടുക്കും. അതിൽ കൂടാതെ ഞാൻ കുറച്ച് ഈ തറയിലും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. കുറച്ച് സ്ഥലമുള്ളവർക്ക് ഇതുപോലെ ചാക്കിലേക്ക് നടാവുന്നതാണ്. ചാക്കിൽ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് അതിൽ ഈ ചെടിയെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളർന്നു വന്നോളും. കൂടാതെ ഇതിൻ്റെ വേരുകളൊക്കെ തന്നെ താഴോട്ട് ഇറങ്ങിയിട്ട് അതിന് ആവശ്യമായിട്ടുള്ള വളമൊക്കെ തന്നെ വലിച്ചെടുക്കുന്നതാണ്. നമുക്കിതിൽ ജൈവ സ്ലറി നേർപ്പിച്ചൊക്കെ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ കോഴിക്കൂട്ടിൽ നിന്ന് എടുക്കുന്ന മരപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് 2 മാസമൊക്കെ ഞാൻ ചാക്കിനകത്താക്കി വെച്ചതിന് ശേഷമാണ് ചെടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചാക്കിലെണ്ണമെന്ന് പറയുന്നത് കോഴിക്കാരമാണ്. ഇതിപ്പോൾ ഏകദേശം 1 മാസത്തോളമായി മാറ്റി വെച്ചിട്ട്. അപ്പോൾ 1 മാസം കൂടെ കഴിഞ്ഞിട്ട് ഇതിനെ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തതിന് ശേഷം അല്പം മണ്ണും കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് ഇടുന്നത്. അപ്പോൾ വീട്ടിൽ കോഴി വളർത്തുന്നതുകൊണ്ട് നമുക്ക് വളം അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നില്ല. ഇതെന്ന് പറയുന്നത് കഞ്ഞിവെള്ളവും ശർക്കരയും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ളതാണ്, പുളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു കുപ്പിയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. വളരെ കുറച്ച് മാത്രം തയ്യാറാക്കിയാൽ മതി. നമ്മൾ ചെറിയ കുപ്പിയിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഉപയോഗിക്കാനായിട്ട്. ഇതിൽ നിന്ന് നമുക്ക് 1 ഗ്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 10 ഗ്ലാസ് വെള്ളവും ചേർത്ത് നേർപ്പിച്ച് വേണം ഒഴിക്കാനായിട്ട്. മിക്കവാറും എൻ്റെ എല്ലാ ചെടികൾക്കും ഇതുപോലുള്ള വളങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് സവാളയുടെ തൊലി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിനെ നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നേർപ്പിച്ചിട്ട് അതുപോലെ ഇലകളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇലകളിൽ കീടശല്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നേർപ്പിച്ചതിന് ശേഷം സ്പ്രേയറിലാക്കിയിട്ട് ഇലകളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ജൈവ കീടനാശിനിയായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതും 1 ഗ്ലാസ് എടുത്ത് അത് 10 ഗ്ലാസ് വെള്ളവും ചേർത്ത് നേർപ്പിച്ച് വേണം ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കാനായിട്ട്. ഇപ്പം വീട്ടിൽ ചോറൊക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് വെച്ചാൽ അതുപോലെ ഒന്ന് അഴുകി വരുന്നതാണ്. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചതിന് ശേഷം നമുക്ക് 2 ദിവസം കൊണ്ട് വെച്ചേക്കണമെങ്കിൽ നല്ലോണം പൊളിച്ച് കിട്ടും. എന്നിട്ട് നമുക്കിതിനെ നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഉപ്പിടാതെ വേവിച്ചതായിരിക്കണം എപ്പോഴും. നമ്മൾ കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഉപ്പിടാതെ വേവിച്ചെടുത്തതായിരിക്കണം. ഉപ്പിട്ട് വേവിച്ചതല്ല ചെടിയെല്ലാം തന്നെ കരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചക്കറി വേസ്റ്റ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ സ്ലറിയാണ് ഞാൻ ഒന്നാമതായിട്ട് കൊടുക്കുന്നത്.
അപ്പോൾ പച്ചക്കറി വേസ്റ്റിനെ എല്ലാം തന്നെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെച്ചതിന് ശേഷം അതിലൊരു അല്പം വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം തന്നെ അഴുകി വരുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഇതിൻ്റെ സ്ലറി ഒരു മഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 10 മഗ് വെള്ളവും ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് വേണം ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കാനായിട്ട്. അപ്പോൾ ഈ വളം എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. നമുക്ക് 1 രൂപ പോലും ചിലവില്ലാതെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വളമാണിത്. ഇത് തയ്യാറാക്കുമ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു വശം പുഴുക്കളൊക്കെ തന്നെ വരാൻ തുടങ്ങും. ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം പുഴുവൊന്നും വരത്തില്ല, സ്മെല്ലും ഒന്നും കാണൂല. അപ്പോൾ ഞാൻ എൻ്റെ കോവൽ ചെടിക്ക് കൊടുക്കുന്ന വളങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ചിലവും ഇല്ലാത്തതാണ്. കോവയ്ക്ക് എപ്പോഴും മൂപ്പത്തുന്നതിന് മുന്നേ പറിച്ചെടുക്കുന്നതാണ് വളരെയധികം ടേസ്റ്റ്. ഇനി ചെറിയ കളറൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കതിന് ഞുരുഞ്ഞുര അരിഞ്ഞിട്ട് തോരൻ വയ്ക്കാവുന്നതാണ്. നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത വിഷരഹിത പച്ചക്കറിയെല്ലാം തന്നെ വളരെ ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഇനി കോവയ്ക്കെല്ലാം തന്നെ വിളവെടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഓരോന്നായിട്ട് വിളവെടുക്കാം. ഇതെല്ലാം ചെടിയിൽ ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന കാണാനാണ് ഭംഗി, വിളവെടുക്കാനേ തോന്നത്തില്ല. ഓരോ ഇലയ്ക്ക് ഓരോ കായ് നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഈ കോവയ്ക്ക് കാഴ്ച തുടങ്ങിയാൽ നമുക്ക് എന്നും തന്നെ വിളവെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് വെച്ച് നമുക്ക് തോരനും മെഴുക്കുപുരട്ടിയും പിന്നെ കണവയുടെ കൂടെയൊക്കെ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. വ്യത്യസ്ത തരത്തിലുള്ള വിഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ വളരെ സ്വാദോടു കൂടി അത് കഴിക്കും. കോവയ്ക്കയുടെ കൂടെ നമ്മൾ പയറോ മറ്റേതെങ്കിലും ചെടിയും കൂടി നടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കോവയ്ക്ക വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ദിവസം നമുക്ക് പയർ കൊണ്ടുള്ള വിഭവങ്ങളോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. എന്നും ഒരേപോലെ ആകുമ്പോൾ ചിലപ്പോൾ മടുപ്പ് പറ്റും. പിന്നെ ഈ കോവയ്ക്ക നട്ടാൽ നമുക്ക് മറ്റുള്ളവർക്ക് കുറച്ച് കൊടുക്കാനും പറ്റും. ഇതെന്ന് പറയുന്നത് എന്നും വിളവെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. കായ്ച്ചു തുടങ്ങിയാൽ ധാരാളം തന്നെ പിടിക്കുകയും ചെയ്യും. ഈ കോവൽ ചെടി എന്ന് പറയുന്നത് കായ്ച്ചു തുടങ്ങിയാൽ എന്നും തന്നെ കായ്ക്കും. കുറച്ചൊന്നും മെനക്കെട്ടിരുന്ന് എല്ലാം തന്നെ പറിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. കോവൽ ചെടിക്ക് പ്രധാനമായിട്ടും വേണ്ടതെന്ന് പറയുന്ന ഒരു പന്തലാണ്. നല്ല രീതിയിലുള്ള ഒരു പന്തലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അതിലെല്ലാം തന്നെ പടർന്ന് കയറുന്നതാണ്. അപ്പോൾ നമുക്കിതുപോലെ പറിച്ചെടുക്കാനും പറ്റും. ഒത്തിരി ഹൈറ്റ് ഇല്ലാതെ കുറച്ച് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പന്തലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ഈ നിൽക്കുന്ന ചെടിയൊക്കൊന്നും ഒരു കീടബാധയും ഇല്ല. പിന്നെ ചെറിയ എന്തെങ്കിലും കീടശല്യം ഉണ്ടെങ്കിൽ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് ഇത്രയും കോവയ്ക്കകളൊക്കെ തന്നെ പറിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറച്ച് തക്കാളിയും കൂടി ഉണ്ട്, അതും കൂടി വിളവെടുക്കാം. അപ്പോൾ തക്കാളിക്കെല്ലാം തന്നെ നല്ല വിളഞ്ഞ് പഴുത്ത് നിൽപ്പുണ്ട്. നമ്മൾ തോട്ടത്തിൽ നിന്ന് വിളഞ്ഞ് പഴുത്ത തക്കാളിക്കെല്ലാം തന്നെ വളരെ മധുരമുള്ളതാണ്. അപ്പം നിധിക്കുട്ടിയും കൂടി എൻ്റെ കൂടി വിളവെടുപ്പിന് കൂടിയിട്ടുണ്ട്. തക്കാളി ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. പറിച്ചോ? മറ്റേതിനെക്കാട്ടിയും കുറച്ചുകൂടി സൈസുള്ള ഒരു തക്കാളിയാണ്. ഇത് നല്ല മധുരമുള്ള ഒന്നാണ്. നമുക്കിനി ഇതിനെ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സീഡ് തന്നെ എടുത്തിട്ട് ഒന്നും കൂടി പാവി നമുക്ക് മുളപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കോവയ്ക്കയുടെയും തക്കാളിയുടെയും വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കൃഷി സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.